എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് കൃത്യമായിട്ടറിയാം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായിട്ടുള്ള നിലവിളക്ക് ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഒന്നാമതായി വിളക്ക് ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളെ മനസ്സറിഞ്ഞ് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ എന്തുദ്ദേശത്തോടു കൂടിയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സെന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള സമാധാനപരമായ ഒരു ജീവിതമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളെ നേർവഴിയിലാക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളെ എത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിതെറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വഴിയിലൂടെ പോകലോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി നിങ്ങളെ യഥാർത്ഥത്തിൽ നല്ല രീതിയിലേക്ക് നയിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി പലപ്പോഴും നിങ്ങളിൽ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുകയും അധികാരം സ്ഥാപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ആ വ്യക്തിയുടെ ഉദ്ദേശം നല്ലത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളെ നയിക്കാനും നിങ്ങൾക്ക് പ്രചോദനമേകാനുമാണ് ശ്രമിക്കുന്നത്. വഴിവിളക്കാകുക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്നോക്കാവസ്ഥയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകർച്ചയോ ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നേർവഴിയിലാക്കുക, നിങ്ങൾക്ക് നേർവഴി ലഭിക്കുക, നിങ്ങളെ കൃത്യമായി ഉപദേശിക്കുക, നിങ്ങൾക്ക് പ്രചോദനമാകുക, മാർഗദർശനം നടത്തുക, അങ്ങനെ ഒരു ഉദ്ദേശം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി അത്തരം ഒരു ചിന്താധാരയുമായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആ വ്യക്തി നിങ്ങളിൽ കൂടുതൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്യും. ചിലപ്പോൾ എന്തിനാണ് എന്നിൽ ഈ വ്യക്തി ഇങ്ങനെ അധികാരം സ്ഥാപിക്കുന്നത്, എന്നിൽ എന്ത് അധികാരമാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ അധികാരം സ്ഥാപിക്കാനുള്ളത് എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷെ ആ വ്യക്തി അത് ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. നല്ല ഉദ്ദേശം മാത്രമേ ആ വ്യക്തിക്ക് അക്കാര്യത്തിൽ മനസ്സിലുള്ളൂ. മോശമായൊരു ഉദ്ദേശവും ആ വ്യക്തിക്ക് അക്കാര്യത്തിലില്ല. മികച്ച ഉദ്ദേശത്തോടു കൂടി നിങ്ങളെ കൃത്യമായി കണ്ടറിഞ്ഞ് നിങ്ങളെ കേട്ടറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകണം, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ദുഃഖവും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും നേട്ടവും ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ നേട്ടം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുന്നേറ്റവും നിങ്ങളുടെ നേട്ടവും ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഒരിക്കലും നിങ്ങളിൽ അധികാരം സ്ഥാപിച്ച് ആ വ്യക്തി എന്തെങ്കിലും സ്വന്തമാക്കാനോ എന്തെങ്കിലും നേടുവാനൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കൂടി പരിഗണിച്ച് നിങ്ങളെ കൂടി കൃത്യമായി നിങ്ങളെ ആ ഒരു ജീവിത ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കൂടി മെച്ചമുള്ളൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളിൽ അധികാരം സ്ഥാപിച്ച് നിങ്ങളെ കുഴപ്പത്തിലാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക് പ്രചോദനമേകുക, നിങ്ങൾക്ക് മാർഗദർശനം നൽകുക, നിങ്ങൾ തിളങ്ങി നിൽക്കുക ജീവിതത്തിൽ. അതാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ അധികാരം സ്ഥാപിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. അടുത്തതായിട്ട് പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ജീവിതം അടിച്ചു പൊളിക്കുക. ജീവിതം ക്ഷണികമാണെന്നുള്ള തോന്നലിൽ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സുഖങ്ങളും നേട്ടങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നാളത്തേക്കൊന്നും വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഇന്ന് തന്നെ നേടുക, ഇന്ന് തന്നെ നേടിയെടുക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നൊരു വ്യക്തിത്വം. ഒന്നും മറ്റൊരു ദിവസത്തേക്ക് വയ്ക്കാതെ അതേ ദിവസം തന്നെ ഉപയോഗിക്കുക, അതേ സമയം തന്നെ അനുഭവിക്കുക എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തി.
ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കുക, ഭാവി ജീവിതം ഭദ്രമാക്കുക, അത്തരം ആശയങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എല്ലാത്തിനും ധൃതി പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സ്വാർത്ഥത നിറഞ്ഞൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ടല്ല, ഒന്നിനും ക്ഷമയില്ലാതിരിക്കുകയും ഒരു രഹസ്യം പോലും മനസ്സിൽ സൂക്ഷിക്കാൻ ശേഷിയില്ലാത്ത രീതിയിലുള്ളൊരു വ്യക്തിയായി മാറുക. സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, നിങ്ങളോട് നല്ല ഉദ്ദേശമൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്നും മറച്ചു വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ഈ വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞാൽ ഈ വ്യക്തി അത് മറ്റാരോടെങ്കിലും പറയും. അത് കേട്ടറിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. എന്നോടൊരു ആത്മാർത്ഥത കാണിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയരുതെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കാനുള്ള ശേഷിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തി. ഈ വ്യക്തി ഒരു നിഷ്കളങ്കമായ സമീപനമാണ് അതിലേക്ക് വരുന്നത്. എല്ലാത്തിനെയും നിഷ്കളങ്കമായി കാണുന്നു എന്നുള്ളതാണ്. ഒന്നിലും ഒരു ദൂഷ്യവും കാണുന്നില്ല. പലരെയും പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷെ പിന്നീട് അത്തരം വിശ്വാസങ്ങൾ ആ വ്യക്തിക്ക് ചില തിരിച്ചടികൾ നൽകുന്നു. ആ വിശ്വാസങ്ങൾ തിരിച്ചടി നൽകുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നഷ്ടമായിട്ടത് ഭവിക്കുന്നു. ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഓരോന്നും കാണുക, ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഓരോന്നും അറിയുക, അങ്ങനെ ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഒട്ടും ഭദ്ര ആക്കി വെക്കാതെ പറയാനുള്ളത് മുഴുവൻ പറയുക, കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കുക, ജീവിതം എപ്പോഴും ആസ്വദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക, ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ജീവിതം കൊണ്ടുപോവുക, റിസ്ക് എടുക്കാതെ ജീവിക്കുക, എല്ലാ പ്രശ്നങ്ങളും തൻ്റെ തലയിലേക്ക് വെക്കാതിരിക്കുക. ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊന്നും ആ വ്യക്തിക്ക് അറിയില്ല. നേരെ വാ നേരെ പോ, ഒരു തുറന്ന പുസ്തകം പോലെ ജീവിതം കണക്കാക്കി മുന്നോട്ട് പോകുന്നു. അതിൻ്റേതായ ഗുണങ്ങളും ദൂഷ്യങ്ങളും ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആ വ്യക്തി സ്നേഹമില്ലാത്ത ആളാണെന്നോ നന്മയില്ലാത്ത ആളാണെന്നോ ആത്മാർത്ഥതയില്ലാത്ത ആളാണെന്നോ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ഒരു ജീവിത ലൈനിലൂടെ ആ വ്യക്തി സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും ബാധിക്കുന്നു. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നിഷ്കളങ്കമായ സമീപനങ്ങളാണ് ആ വ്യക്തി സ്വീകരിക്കുന്നത്. നിഷ്കളങ്കമായ കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഒരിക്കൽ പോലും നിങ്ങളെ വഞ്ചിക്കുന്നതിനോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ട്, പക്ഷെ ഒന്നും നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം അപ്പപ്പോൾ തീർന്നു പോകുക, അപ്പപ്പോൾ ഉപയോഗിക്കുക, അപ്പോഴത്തെ കാര്യം മാത്രം നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വെറുപ്പ് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നിഷ്കളങ്കതയാണ് ആ വ്യക്തിയുടെ പ്രതീകം. എല്ലാ പ്രതിസന്ധിയിലും അപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിതത്തിൽ ചില പരാജയങ്ങളും ആ വ്യക്തിക്ക് ഏറ്റുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഉള്ള ഇഷ്ടം ആത്മാർത്ഥമാണ്. പക്ഷേ നിങ്ങളെ കൂടി ചിലപ്പോൾ പ്രതിസന്ധിയിലാക്കും. കാരണം ആ വ്യക്തിയുടെ ഈ ദുരുപയോഗം എന്ന് പറയുമ്പോൾ ഓരോ കാര്യവും നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാതെ ദൂർത്തടിക്കുക, അപ്പപ്പോൾ ഉള്ളത് അപ്പപ്പോൾ തന്നെ തീർക്കുക, അല്ലാതെ നാളത്തേക്ക് ഭാവിയിലേക്ക് ഒരു പ്ലാൻ ചെയ്തുള്ളൊരു ജീവിതം അല്ലാത്തത് കൊണ്ട് തന്നെ പലതരം ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിലൊരു കുറവും നിങ്ങൾക്ക് നേരിടുകയില്ല. നല്ല ഉദ്ദേശത്തോടെയാണ് ജീവിക്കുന്നത്, നിഷ്കളങ്കതയോടെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.